നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെതിരെ ഒരു 0-0 ഡ്രോ ആണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ലഭിച്ചിരിക്കുന്നത്. ഈ ആഴ്ച ഇന്ത്യൻ സൂപ്പർ ലീഗിൽ ഒരു സമനില ആഴ്ചയാണല്ലോ. എന്താണെങ്കിലും ഈ ഒരു മത്സരത്തെ പറ്റി എനിക്ക് ഒറ്റ ഒരു സെൻറ്റൻസിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പലപ്പോഴും ജയിക്കുമ്പോൾ പോലും നമ്മുടെ കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് ഈ ഒരു മത്സരത്തിൽ കിട്ടി. മറ്റൊന്നും കൊണ്ടല്ല, ആ ഒരു ഇൻറ്റൻറ്റ് കാണിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ ഒരു മത്സരത്തിലേക്ക് വരുമ്പോഴത്തേക്കും മെൻറ്റാലിറ്റി മാറ്റേഴ്സ്. എപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് മെൻറ്റാലിറ്റി. അത് ഈ ഒരു മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചു. കഴിഞ്ഞ കുറച്ച് മത്സരങ്ങളിലൊക്കെ നമുക്കത് കിട്ടുന്നുണ്ടായിരുന്നു. അതിനിപ്പം ഫാൻസ് അടഞ്ഞതുകൊണ്ടാണോ അതോ പുതിയ കോച്ചിങ് സ്റ്റാഫ്സൊക്കെ വന്നുകൊണ്ടാണോ എന്നറിയത്തില്ല. എന്നാണെങ്കിലും അത് തീർച്ചയായിട്ടും ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഈ ഒരു മത്സരത്തിൽ നമ്മൾ റെഡ് കാർഡ് വാങ്ങി 10 പേരായിട്ട് ഏതാണ്ട് 60-ന് മുകളിൽ മിനിറ്റ്സ് കളിച്ചിട്ട് കൂടി ഒരു 0-0 ഡ്രോ. പ്രത്യേകിച്ച് അറ്റാക്കിങ്ങിൽ മികച്ച താരങ്ങളുള്ള ഒരു ടീമാണ് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്. അജാരിയും ജിതിൻ എം എസും അതുപോലെ ഗില്ലേമും ഒക്കെ പോലത്തെ താരങ്ങളൊക്കെ ഉണ്ടായിരുന്ന ഒരു ടീമാണ്. അപ്പം അവർക്കെതിരെ ഈ പറഞ്ഞൊരു 0-0 ഡ്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൺവിൻസിങ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എന്നുള്ളതാണ് തോന്നുന്നത്. 0-0 ഡ്രോയ്ക്ക് അപ്പുറത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, കളിയിൽ കാണിച്ചിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് ഏറ്റവും പ്രധാനമായിട്ടും എനിക്ക് കൺവിൻസ്ഡ് ആയത്. സോ ഈ ഒരു മത്സരത്തിൽ 30ാമത്തെ മിനിറ്റിലാണ് ഈ പറഞ്ഞ പോലെ ഐബാൻ ദോഹലിങ്ങിൻ്റെ ആ ഒരു റെഡ് കാർഡ് വരുന്നത്. ഇപ്പം ഇതിനോടകം തന്നെ പല ആളുകളും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്, അത് റെഡ് കാർഡാണോ? ഫോർ മീ അത് ക്ലിയർ റെഡ് കാർഡ് തന്നെയാണ്. അതൊരു ഹെഡ് ബട്ടാണ്. അത് റെഡ് കാർഡ് കൊടുക്കേണ്ട ഇൻസിഡൻറ്റ് തന്നെയാണ്. അതിൽ തർക്കങ്ങളൊന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഒരു മത്സരത്തിൽ അലാദീൻ അജറായ ആദ്യം തൊട്ട് തന്നെ പല പ്ലേയേഴ്സുമായിട്ടും ഇങ്ങനെ കോർക്കുന്ന, മിലോസുമായിട്ടും പിന്നീട് ഐബനുമായിട്ടൊക്കെ കണ്ടിരുന്നു. അവസാനം ഐബൻ ആ കുടുക്കിൽ വീണു, റെഡ് കാർഡ് വാങ്ങിയിട്ട്. അത് ടീമിന് തന്നെയാണ് അഫക്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഈ ഒരു മെൻറ്റാലിറ്റിയിൽ 11 പേരായിട്ട് കളിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ 3 പോയിന്റ്സ് വരെ കിട്ടാനുള്ള സാഹചര്യത്തിലേക്ക് വന്നേനെ എന്നുള്ളതാണ് എനിക്ക് പേഴ്സണലി തോന്നുന്നത്. പിന്നെ ഈ ഒരു മത്സരത്തെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഹാഫിലൊക്കെ നമ്മുടെ മിഡ്ഫീൽഡ് അത്യാവശ്യം നല്ല ശോകമായിരുന്നു. എനിക്കതാണ് തോന്നിയത്. ഇപ്പം വിപിൻ എന്തൊരു അൺഫിറ്റ് ആയിട്ടൊക്കെ പോലാണ് പേഴ്സണലി ഫീൽ ചെയ്തത്. എന്താണെങ്കിലും ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ ആയിട്ട് ചേഞ്ച് കൊണ്ടുവന്നു. ഡാനിഷിനെ കൊണ്ടുവന്നൊരു കാഴ്ച നമുക്ക് സെക്കൻഡ് ഹാഫിലൊക്കെ കാണാൻ സാധിച്ചു. പിന്നെ ഈ ഒരു ആദ്യ പകുതിയിൽ ഏറ്റവും ഒരു ക്രൂഷ്യൽ മൊമെൻ്റ് ആയിട്ട് വന്നത് നോവയുടെ ആ ഒരു മൊമെൻ്റാണ്. ലെഫ്റ്റിലൂടെ റൺ ചെയ്ത് പല പ്ലേയേഴ്സിനും ഡ്രിബിൾ ചെയ്ത് മുന്നോട്ട് പോയി അവസാനം ബമ്മാമർ ഫൗൾ ചെയ്തത്. സോ ആ ഒരു അതിൽ നിന്നൊരു ഫ്രീ കിക്കും കിട്ടി. ലൂണ അത് ഡയറക്റ്റ് ഫ്രീ കിക്ക് അടിക്കാൻ ശ്രമിച്ചു, പക്ഷേ ഗോൾ കീപ്പർ സേവ് ചെയ്യുന്നൊരു സാഹചര്യത്തിലേക്കാണ് വന്നത്. ഇപ്പോൾ സെക്കൻഡ് ഹാഫിലൊക്കെ നോക്കിക്കഴിഞ്ഞാലും നോർത്ത് ഈസ്റ്റിൻ്റെ ഭാഗത്തു നിന്നാണ് ക്ലിയർ ആയിട്ടുള്ള ചാൻസസ് ഒക്കെ വന്നിട്ടുള്ളത്. ഇപ്പം ഫൈനൽ തേർഡിൽ എൻട്രീസ് ഒക്കെ ആണെങ്കിലും ഒക്കെ നോർത്ത് ഈസ്റ്റിന് തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. നമ്മൾ കുറച്ചും കൂടി ഡിഫെൻസീവ്ലി സോൾഡായിട്ട് നമ്മൾ നിന്നു എന്നുള്ളതാണ്. ചെറിയ ചെറിയ അവസരങ്ങൾ കിട്ടിയത് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഈ പറഞ്ഞ ഡിഫെൻസീവ്ലി നമ്മൾ അത്യാവശ്യം മികച്ചതായിരുന്നു. ഇപ്പം ഹോമിപ്പാം ആണെങ്കിലും സന്ദീപ് ആണെങ്കിലും അല്ലെങ്കിൽ മിലോസ് ആണെങ്കിലും ഈവൻ സച്ചിൻ സുരേഷിൻ്റെ ഇന്നത്തെ പെർഫോമൻസും ഇമ്പ്രസീവ് ആയിരുന്നു. ചെറിയ മിസ്റ്റേക്സ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ കൂടി. ഇപ്പം ഹോമിപ്പാമിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാലും അദ്ദേഹം ഈ ഒരു മത്സരത്തിൽ എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള ടാക്കിൾസോ അല്ലെങ്കിൽ ഇൻ്റർസെപ്ഷൻസ് നടത്തും. പക്ഷേ തൊട്ടടുത്ത മൊമെൻറ്റിൽ അത് ഒരു മിസ് പാസോ അല്ലെങ്കിൽ അത് മിസ് ചെയ്യുന്ന സാഹചര്യം, അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞ ഡിഫെൻസീവ്ലി ഉള്ള കാര്യമാണ്. അതുപോലെ ഇപ്പം ഡാനിഷ് ഫറൂഖ്, അദ്ദേഹം ഓഫ് ദ ബോളിൽ അടിപൊളിയാണ്. ബോൾ നേടി വിൻ ചെയ്യാനും ഒപ്പോണൻസ് അറ്റാക്കിന് വരുമ്പോഴത്തേക്ക് അതൊക്കെ വിൻ ചെയ്തെടുക്കും. പക്ഷേ അത് അടുത്തൊരു പ്രോഗ്രഷൻ സ്റ്റേജിലോട്ട് പോവില്ല. അത് മിസ്സായി പോകുന്നൊരു സാഹചര്യങ്ങൾ ഒക്കെ സംഭവിക്കുക. അതൊക്കെ നമ്മൾ തുടർച്ചയായി ഞാൻ ഡിഫെൻസീവ്ലി ഉള്ള സെറ്റപ്പിൻ്റെ കാര്യമാണ് പറഞ്ഞത്. റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം ഈ ഒരു മത്സരത്തിൽ എക്സ്ട്രാ ഡ്യൂട്ടി എടുത്ത പ്ലേയേഴ്സായിട്ട് എനിക്ക് തോന്നുന്നു കോറൂസിംഗ് ആണ്. അദ്ദേഹം ഒരു റൈറ്റ് ബാക്ക് പോലെ പിന്നീട് മാറുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ലൂണയും ഈ പറഞ്ഞ പോലെ ഫീൽഡ് മൊത്തം കവർ ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റ് ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ രീതി അറിയാലോ, ആ രീതിയിലൊക്കെയാണ് കളിച്ചത്. സോ ഈ പറഞ്ഞ പോലെ നമുക്ക് ഒരു പോയിന്റ് ഡിസേർവ് ചെയ്തിരുന്നു. ആ ഒരു രീതിയിൽ തന്നെയാണ് കളിച്ചത്. പിന്നെ നോർത്ത് ഈസ്റ്റ് സാധാരണ എന്ന പോലെ അവരുടെ അറ്റാക്കിങ്ങിൻ്റെ ഒരു മൂർച്ച കുറച്ച് കുറവായിരുന്നു എന്നുള്ളതാണ് തോന്നിയത്. പ്രത്യേകിച്ച് ആദ്യ പകുതിയിൽ അജാരി കുറച്ചും കൂടി ഒരു സെൻറ്റർ ഫോർവേഡായിട്ട് കളിച്ചുകൊണ്ട് കുറച്ച് മാർക്കഡ് ആയിരുന്നു. സാധാരണ കിട്ടുന്ന പോലെ സ്പേസ് കിട്ടിയില്ല. സെക്കൻഡ് ഹാഫിൽ ആ ചേഞ്ചൊക്കെ വരുത്തിയെങ്കിലും അത്ര ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആചാര്യയ്ക്ക് ഒരു നല്ല ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പക്ഷേ അത് സച്ചിൻ്റെ ഒരു നല്ല സേവ് നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എനിക്ക് തോന്നുന്നത് നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കുറച്ച് റെസ്റ്റ്ലെസ് ആയിരുന്നു. കാരണം നമ്മൾ തന്നെ 13-ാം തീയതി മാച്ച് കളിച്ചിട്ടാണ് 18-ാം തീയതി കളിക്കുന്നത്. പക്ഷേ 2 മാച്ചും ഹോം മാച്ചാണ് KBSയെ സംബന്ധിച്ച്. പക്ഷേ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് കളിക്കുന്നത് എനിക്കൊന്ന് 16-ാം തീയതി കളിക്കുന്നു. അതിനുശേഷം ചൊവ്വാഴ്ച ഒരു മത്സരം കളിച്ചതിന് ശേഷം ഒരു എവേയിൽ ഗുവാഹത്തിയിൽ നിന്ന് കൊച്ചിയിലെത്തിയ, അപ്പം എന്താണെങ്കിലും ടീം കുറച്ച് റെസ്റ്റ്ലെസ് ഒക്കെ ആയിരിക്കും. അതിൻ്റെ പ്രശ്നങ്ങളും അവർ ബാധിച്ചിട്ടുണ്ടാകാം എന്നുള്ളതൊക്കെയാണ് ഞാൻ കാണുന്നത്. എന്താണെങ്കിലും ഐബാൻ്റെ ഒരു ഇൻസിഡൻറ്റ്, അത് പിന്നെ ഐബാൻ്റെ പെർഫോമൻസ് എനിക്ക് ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ നവോച്ച ആ ഒരു ലെഫ്റ്റ് ബാക്ക് പൊസിഷനിൽ കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ വെച്ചിട്ടായിരിക്കും
അതുവരെ കളിച്ച പെർഫോമൻസും അത്ര ഒരു മികച്ചതായിരുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു പക്ഷം. ദാറ്റ്സ് ഇറ്റ്. എനിക്ക് അത്രയൊക്കെ പറയാനുള്ളൂ. കാരണം ഒരു ഡ്രോ ആയിട്ടുള്ള ഒരു ഗോൾലെസ് ഡ്രോ ആയിട്ടുള്ള ഒരു മാച്ചാണല്ലോ. ഒന്നുമില്ല, KBFC നന്നായിട്ട് ഡിഫെൻഡ് ചെയ്തു, നല്ല മെൻറ്റാലിറ്റി കളിച്ചു, അവർ പോയിന്റ് നേടിയെടുത്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ആകത്തുക.